ബസ്സായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഓഫ് റോഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ബേസിൻ്റെ എപ്പിസോഡ് 8 ആണ്. ഒരു അമ്പലം പോയിട്ടുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കുറച്ച് ചെറിയ വഴിയാണ്. അവിടെ ബസ്സിൽ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയാണ് നമുക്ക് പാർക്കിംഗ് വരുന്നത്. അവിടെ കൊണ്ട് ആളെ ഇറക്കിയിട്ട് ഇവിടെ പാർക്കിങ്ങിലേക്ക് വരാം. കുറച്ച് പാടാണ് ഇവിടെ വണ്ടി എടുക്കാൻ. പിന്നെ അപ്പുറത്തോട്ട് വണ്ടി കയറത്തില്ല. ഓക്കെ, ആൾക്കാർക്ക് ഇറങ്ങാൻ ഡോർ വന്നിട്ടുണ്ട്. ഓക്കെ, ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ബാക്ക് എടുക്കാം, റിവേഴ്സ് ഇടാം. കുറച്ച് സീനാണ് കഴിച്ചുകൂടെ. കുറച്ചൊന്നും പണിയാണ്. നമുക്ക് തിരിച്ചിട്ട് ഇട്ട് കൊടുക്കണം. ഇതാണ് കഴിച്ച ഏറ്റവും പണിയുള്ള പാട്ട്. ഇവിടെ വണ്ടി കുടുങ്ങാൻ ചാൻസ് ഉണ്ട്. കുടുങ്ങിയ ഐസ് വണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. വണ്ടി ടോ ചെയ്യണം. ടോ ചെയ്യാൻ ഇട്ടേക്കാണ് വണ്ടി. ഓക്കെ, എന്തെങ്കിലും ടോ ചെയ്ത് വന്നിട്ടുണ്ട്. ആ കടിയിൽ തന്നെ ബസ് ഇട്ടാൽ മതിയാണ് തോന്നുന്നത്. അവിടെ ആൾക്കാർ വീട്ടിൽ അങ്ങോട്ട് പോയാൽ മതി. വീട്ടിലോട്ട് പോവാം. കൊടുക്കാം. നമ്മളവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ലെഫ്റ്റ് ഇടണം. ഇവിടെ കത്താണ് കാണാൻ പറ്റുന്നത്. കുറച്ചുണ്ടായിട്ട് പോയാൽ നമുക്ക് അവിടെ തന്നെ ബസ് ഇടാം. അതിൽ അപ്പുറത്തോട്ട് വളയ്ക്കാൻ പണിയാവും. നമുക്ക് ഇവിടെ തന്നെ ഇടാം. അവിടെ ആൾക്കാർ വീട്ടിൽ നമുക്ക് കാണാൻ മതി. ഇവിടെയാണ് കുറച്ച് ബസ് ഇടാമല്ലോ. നേരെ ഇടണം. ആ ബസ്സിൻ്റെ ബാക്കിലിട്ടാൽ മതി നമുക്ക്. ഓക്കെ, സെറ്റാണ്. നേരെ ഒരു ബസ് ഇട്ടിട്ട് ബാക്കിൽ കൊണ്ടിടാം. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഇട്ടാൽ മതി. വണ്ടി ഓഫ് ചെയ്യാം, ഇറങ്ങാം. ഇതാണ് നമ്മുടെ വണ്ടി. നമ്മുടെ വണ്ടി DSS ടീമിൻ്റെ ഗ്രീൻ ലൈൻ എന്ന് പറയുന്ന ബസ്സാണിത്. നമുക്ക് ഫോൺ എടുത്തിട്ട് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും ഗൈസ്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ലൈറ്റ് ഓഫ് ആക്കാം, ലൈറ്റ് ഓൺ ആക്കാം. ഇതിന് മറ്റേ ഐ ഉണ്ട് ഗൈസ്. ഇത് ലൈറ്റ്. പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്റർ ഇത് ഇവിടെ കത്തണ കാണാൻ പറ്റും നിങ്ങൾക്ക്. പിന്നെ വേണ്ടി ഒരു DJ ഉണ്ട്. ഇപ്പുറത്തെ ഭാഗത്ത് DJ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ ഗൈസ്, നിറച്ച് സ്പീക്കറൊക്കെയാണ്. നമ്മൾ അടുത്ത വീഡിയോ പറ്റുമെങ്കിൽ നമ്മൾ സ്പീക്കറൊക്കെ ഇടുന്നതായിരിക്കും. അടുത്ത ഓക്കെ ഗൈസ്, നമ്മുടെ വിളി വന്നിട്ടുണ്ട്. അപ്പം നേരെ അങ്ങോട്ട് പോവാം. വണ്ടി എടുക്കാം ഗൈസ്. ലൈറ്റ് ഓണാണ്. അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുക്കാം. തിരിക്കും. ഹാൻഡ് ബ്രേക്ക്. നമുക്ക് റോട്ടിൽ നിന്ന് വളയ്ക്കേണ്ടി വരും ഗൈസ്. സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് വളച്ച് കിട്ടാൻ സാധ്യതയില്ല. ഇവിടെ നിന്ന് വളയ്ക്കാം റോട്ടിൽ. ഇപ്പം തന്നെ ഇരിക്കാൻ ഗൈസ്. നമ്മൾ കറക്റ്റ് ബ്രേക്കിന് വേണ്ടി കുഴപ്പമില്ല. ആ ഗ്ലാസ്സിൽ നോക്കി വെച്ച് കാണാൻ പറ്റും നിങ്ങൾക്ക്. നമുക്ക് തിരിക്കാം ഗൈസ്. പണി ഇവിടെ തിരിച്ചെടുക്കണം. കുറച്ച് പണിയുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് അതിലേക്ക് കയറാം. കുറച്ച് ഡേഞ്ചേഴ്സാണ്. അത് ഇങ്ങനത്തെ ഇതായതുകൊണ്ട് വണ്ടി പണി കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് റിവേഴ്സ് പോകേണ്ടി വരും ഗൈസ്. കാരണം അങ്ങനത്തെ വഴിയാണ്. അറിയാലൊക്കെ വണ്ടി തിരിച്ചിട്ടാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് റിവേഴ്സ് പോകേണ്ടി വരും. റിവേഴ്സ് എടുത്ത് പോകണം ഗൈസ്. അതാണ് ഏറ്റവും വലിയ പണി ഗൈസ്. ഇടങ്ങി ബാക്കൊന്നും കാണാൻ പറ്റില്ല നമുക്ക്. ഏത് വീട്ടെന്ന് മേടിച്ചെന്ന് പോലും എനിക്കറിയില്ല. കാരണം നമുക്കൊന്നും കാണാനില്ല ഇത് ബാക്കിലേക്ക്.
ഫുള്ളിങ്ങനെ ബാക്കിലെടുക്കാൻ ഭയങ്കര കഷ്ടമാണ്. മിററിൽ നമുക്ക് ഓടിക്കേണ്ടി വരും. മിററിലാണെങ്കിലും കുറച്ച് ഡേഞ്ചറസ് ആണ്. കാരണം ഇപ്പം അധികം കുഴപ്പമില്ല. വേണ്ട ഇങ്ങനെ അങ്ങ് പോകുമ്പോൾ മുകളിലോട്ട് പിന്നെ വണ്ടി പിന്നെയും ടോ ചെയ്യേണ്ടി വരും. അപ്പം അവിടം വരെ നമ്മളിങ്ങനെ പോകണം. കുറച്ച് ഉള്ളെന്നാലും കുറച്ച് പണിയാണ്. വളവൊക്കെ വണ്ടിയിൽ പണിയായിരിക്കും. മിററിൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. എന്നിട്ട് നമ്മൾ സൈഡിലോട്ടൊക്കെ പോകുന്നുണ്ട്. ഇങ്ങനെ ഓടിക്കാൻ ഇനി ഇപ്പം ഇങ്ങനെ ഓടിക്കേണ്ടി വരും. ഓക്കെ, നമുക്ക് ഇങ്ങനെ പോവാം. പിന്നെ മാപ്പിലൊക്കെ നോക്കിയിട്ടൊക്കെ പോവാമല്ലോ. ശ്രീലങ്കേൻ്റെ ഫ്ലാഗൊക്കെ ഉണ്ട് വണ്ടിയിൽ. ഇങ്ങനെ പോവാം. ND 5134 വണ്ടി നമ്പർ വന്നിരിക്കണം. ഇവിടെ നിന്നാണ് ഡേഞ്ചർ വരുന്നത്. കുറച്ചും ഡേഞ്ചറസാണ്. കാരണം ഇത്രയ്ക്ക് ഭാഗം നമുക്കുള്ളൂ കസാടയ്ക്ക് പോകാനുള്ളത്. കുറേ ഇങ്ങനെ പോകണം കഴിച്ചു. അതാണ് ഏറ്റവും വലിയ പണി. ഒന്ന് തിരിഞ്ഞാൽ മതി, വണ്ടി പോകും നേരെ. ഇവിടെ കണ്ടു ഇങ്ങനത്തെ പോകുന്ന ബാക്കിലെ ബസ്സുണ്ട് കുറച്ച് കഴിഞ്ഞാൽ. അതാണ് പിന്നെയും പണി. എന്തായാലും നമ്മൾ അവിടെ നിന്ന് ആൾക്കാർ തിരിച്ചിറക്കിയിട്ട് നമ്മൾ നേരത്തെ വണ്ടി ഇട്ടില്ലേ അതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ച് സ്ഥലമുണ്ട്, അവിടെ പോയി ഇറക്കണം. എന്നാലും നമ്മൾ ട്രിപ്പ് കഴിയുള്ളൂ. എനിക്ക് ഇവിടെ നിന്നാണ് ഏറ്റവും നല്ലത്. കുറേ ബസ് ചിലപ്പോൾ ബാക്കിലുണ്ടാവും. അതുകൊണ്ട് അത് നോക്കി വേണം നമ്മൾ എടുക്കാൻ. ഓക്കെ, കുഴപ്പമില്ല. ഇത്രയും നമ്മൾ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ലാന്നറിയില്ല. ആ ബസ് ചിലപ്പോൾ അവിടെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കുറച്ചും കൂടെ ആണ് പോകുന്നത്. സൈഡിൽ കൂടെ നമ്മൾ വണ്ടി എടുത്തുണ്ട്. ചെരിഞ്ഞ് നിൽക്കുന്ന റോഡാണ് ഇവിടെ. കുറച്ചൊന്ന് പണിയാണ്. ആ ബസ്സിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എത്തി. ബസ് ബാക്കിൽ ഉണ്ടോയെന്ന് അറിയാൻ പറ്റുന്നില്ല. ഒത്തിരി പണിയാണ്. ഈ വീഡിയോയ്ക്ക് ചിലപ്പോൾ ഇൻട്രോ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം ഇൻട്രോ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ചാൻസ് കുറവാണ് ഉണ്ടാകാൻ. കാരണം ഈ വീഡിയോ എഡിറ്റ് ചെയ്യണമെന്ന് വരെ നോക്കാണ്. ഓക്കെ, നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ബസ്സിൻ്റെ ആ ഭാഗം കണ്ടാൽ മതി. ഫ്രണ്ട് ഗിയറായിട്ട് കഴിച്ച് പോകണം. ഫ്രണ്ട് ഗിയർ ചെയ്യാൻ പറ്റിയ ഗൈസ്. ഇങ്ങനെ പോകാനുള്ള വണ്ടി. നാളെ ബസ് ഇതുവരെ കണ്ടില്ല ഗൈസ്. അതാണ് ചെയ്ത് എന്തായാലും പോകാനൊന്നും കഴിയത്തില്ല. തിരിഞ്ഞ് പോകണതാണ് പണി. ഓക്കെ, കുറച്ച് സ്പീഡിലാണ് പോകണത്. പണി കിട്ടിയേനെ. ഇവിടെ കുറച്ചൊന്ന് നോക്കിയിട്ടാണ് എടുക്കുക. നമ്മൾ എത്തി. അതാണ് ഈ ബസ് കൂടെ കിടക്കണം. നമുക്ക് നേരെ റിവേഴ്സ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എത്തി. ഡോറൊക്കെ തുറന്നതാണ്. തുറന്ന് കൊടുത്തിട്ട് നമ്മൾ താഴെ പോയേനെ ഓൾമോസ്റ്റ്. ഭയങ്കര പണിയായിട്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഇവിടെ നിർത്തി കൊടുക്കാം. ഫ്രണ്ട് ഗിയർ ഇടാം. സൈഡ് ഓഫ് ചെയ്യാം. കേസ് നമ്മുടെ വണ്ടി ആൾക്കാർക്ക് കയറിയിട്ടുണ്ട്. താഴത്തോട്ട് പോവാം.
താഴത്തോട്ട് അധികം കുഴപ്പമൊന്നുമില്ല, സിമ്പിളാണ്. നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് സ്പീഡിൽ പോകാൻ കുഴപ്പമൊന്നുമില്ല. 100-ലൊക്കെ പോയാലും സീനൊന്നുമില്ല ഗൈസ്. ഓക്കെ, കുഴപ്പമില്ല. ഇത്രയും നമ്മൾ കുഴപ്പമില്ല പോയിരുന്നത്. അപ്പോൾ അതൊന്നും ഇല്ലല്ലോ. ഓക്കെ, നമ്മൾ ജമ്പാണ്. നമുക്ക് വേഗം ഇറങ്ങാൻ പറ്റും, കാരണം നമ്മൾ റിവേഴ്സ് ചെയ്യുമ്പോൾ ഭയങ്കര പതുക്കെയാണ് നമ്മൾ. വേഗം പോവാം. ടാറിട്ട റോഡ് എത്തി. ഞാൻ അധികം ദൂരമൊന്നുമില്ല, നമുക്കറിയാം. കിടച്ചു വിടാം, നമുക്ക് ഇവിടുത്തെ വഴിയൊക്കെ അറിയാനുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് പ്രാവശ്യം ഷൂട്ടല്ല കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു മാറ്റ്. എന്താ എനിക്ക് ഇത്രയ്ക്ക് ഇത് സ്പീഡിപ്പോഴും കുഴപ്പമൊന്നുമില്ല. നമ്മൾ താഴെ പോകാൻ പോകുന്നത് ചെരിഞ്ഞിട്ടൊക്കെ ആയിട്ട് പോകണം. ഞാൻ മെയിൻ റോഡിലേക്ക് എത്തുന്നുണ്ട്. ഇവിടുന്ന് റൈറ്റാണ് ഇവിടെ നമ്മുടെ സ്റ്റേ ചെയ്യുന്നത്. ബാക്കിൽ വണ്ടി ഉണ്ടായിരുന്നു, നോക്കിയില്ല. ഇനി പാട്ടൊന്നും ഉണ്ടായില്ല, വേറെ പാട്ടൊന്നും ഉണ്ടായില്ല. ഓക്കെ, നമ്മുടെ എത്താറായിട്ടുണ്ടാവും. ഇൻഡിക്കേറ്ററൊക്കെ നമ്മൾ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എത്തിയത് ഇവിടെയാണ് സ്ഥലം. ഇവിടെയാണ് ഒരു ചെറിയ കട പോലത്തെ സെറ്റപ്പാണ്. എന്തായാലും ബസ് ഇവിടെ ഇടാൻ പറ്റില്ല, നമുക്ക് ആളിറക്കിയിട്ട് അങ്ങോട്ട് പോകണം. ഓക്കെ ഓക്കെ, ആളൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. അതായത് നമുക്ക് വണ്ടി വളച്ചിട്ട് നമ്മൾ നേരത്തെ വണ്ടി ഇട്ടല്ലോ, അങ്ങോട്ട് പോകണം. ഓക്കെ, തിരിച്ചിട്ടുണ്ട്. നേരെ അങ്ങോട്ട് പോകണം. നമുക്ക് സ്പീഡിൽ പോകണ്ട, സമയമൊന്നുമില്ല. ഇന്ത്യയിൽ നമ്മൾ മറ്റേ ഗെയിമിക്കാണ് കളിക്കാൻ പറ്റുന്നത്. ആ ഒരു ഇതിലാണ് നമ്മൾ ലെഫ്റ്റിലോ ഓടിക്കണം. ഓക്കെ, നമ്മൾ സാറായി ഇന്ത്യക്ക് നമുക്ക് ഇപ്പുറത്തെ കൂടെ നമ്മൾ ചോദിക്കുക, കുഴപ്പമില്ല. ടയർ തിരിയണ നല്ല രസമുണ്ട്. അയ്യോ, വണ്ടി അറിയാം. വണ്ടി ഓണായിട്ടുണ്ട്. നമുക്ക് നേരെ റിവേഴ്സ് ഇടാം. തിരിച്ചെടുക്കണം. ഓക്കെ, നമുക്ക് ഇങ്ങനെ വണ്ടി ഇട്ടാൽ മതി എന്ന് തോന്നുന്നു. നമുക്ക് ഇങ്ങനെ മതി. നമുക്ക് വണ്ടി ഓഫാക്കാം, LED ഓഫാക്കാം, ഗ്ലാസ് വയ്ക്കാം. ഓക്കെ, എല്ലാം ചെയ്ത് ഓക്കെ, നമ്മളങ്ങനെ അവിടെ 2 വണ്ടി കയറി. ഒരു ഹാൻഡ് ബ്രേക്ക് ഇട്ടില്ല. ഓക്കെ, അതും കൂടി ഇട്ട് എന്താണ് ഓക്കെ, അതും ഇട്ട് ഫോണും മാറ്റി. ഇനി ഇവിടെ ആയിട്ട് നമ്മൾ നിൽക്കാൻ പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ ബൈ ബൈ.